നമസ്കാരം, സജു വിതരക്കാരനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഐസ്ക്രീം കുൽഫിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മുട്ടയിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ. ഇത് ചായത്ത് ദേവീക്ഷേത്രത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നാണ്. ഈ ചേട്ടൻ്റെ പേര് നമ്മുടെ ചെറ്റച്ചൽ മേലാങ്കോട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ഇദ്ദേഹത്തെ കണ്ടത്. ഇദ്ദേഹം അവിടെ ഈ സംഭവം അന്നാണ് ഇട്ടിരുന്നത്. മുട്ട കൊണ്ടുള്ള വെറൈറ്റി അടിപൊളി ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ചേട്ടനും മകനും കൂടെയാണ് ഇത് നടത്തുന്നത്. ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ പാറശാലയുള്ള ഒരു സംഘടനയാണ് ഇദ്ദേഹത്തിന് ഈ കട റെഡിയാക്കി. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ സ്ലോവിലാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. ഇതിനകത്ത് സിംഗിളായിട്ട് ഒഴിക്കാം, ഡബിളായിട്ട് ഒഴിക്കാം, അങ്ങനെയാണ് ഇത്. അതിനുശേഷം പാകത്തിന് ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള രീതിയിൽ മുട്ട അടിക്കേണ്ട. ഇതുപോലെ കപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ലാഞ്ചിയിട്ടാണ് അകത്തേക്ക് ഒഴിക്കുന്നത്. ഒരു സ്റ്റീലിന്റെ തന്നെ ഒരു ചോർപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ചോർപ്പ് വെച്ചിട്ടാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഈ മുട്ട ഇതിനകത്ത്, അതിനുശേഷം ഇതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഇങ്ങനെ 2-3 പ്രാവശ്യം എണ്ണ ഇങ്ങനെ തടവുന്നുണ്ട്. ഈ മുട്ട ഒഴിക്കുന്ന മോൾഡ് വന്നിട്ട് 10 എണ്ണമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 10 എണ്ണം ഒരുമിച്ച് ചെയ്താൽ ഒരേ ചൂടിൽ ഇത് കിട്ടും. അപ്പോൾ എല്ലാത്തിലും മുട്ട ഒഴിക്കാത്ത സാഹചര്യത്തിൽ ഇതുപോലെ പച്ചവെള്ളം ഇതിനകത്ത് ഒഴിക്കും. അപ്പോൾ ആ ചൂടിൽ ഇതിൻ്റെ അടിയിൽ ഗ്യാസാണ് കത്തുന്നത്. അപ്പോൾ ആ ചൂടിൽ ആ വെള്ളം തിളച്ച് നിൽക്കും. അപ്പോൾ ഇതിനൊന്നും കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അതിനകത്ത് മുട്ട ഒഴിക്കാൻ നേരത്തെ അതിന് മുമ്പായിട്ട് ഈ വെള്ളം എടുത്ത് കളഞ്ഞ് എണ്ണ ഒഴിച്ചാണ് ഈർക്കിലി പോലെയുള്ള കോല് ഇതിനകത്ത് ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലാണ് ഈ മുട്ടയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതിങ്ങനെ ഊന്നി കൊടുക്കണം. അപ്പോൾ നമുക്കതിൽ ഒരു പിടിച്ചിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു സിംഗിളിന് 30 രൂപയും ഒരു ഡബിളിന് 50 രൂപയുമാണ് ചാർജ്. രുദ്ര ECP സ്പെഷ്യൽ. ഇത് നല്ല ടേസ്റ്റ് ആണെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ പറഞ്ഞത്. അങ്ങനെയാണ് ഇതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മകനും കൂടെ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആവാനുള്ള സമയമായി. ഇതുപോലെ താനേ തിളച്ച് ഇത് പൊങ്ങി വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവ് എന്ന് പറയുന്നത്. നമ്മൾ ഇതൊന്നും പിടിക്കാതെ തന്നെ ഇതിങ്ങനെ നേരെ പൊങ്ങി ഇപ്പോൾ ഈ കാണുന്നത് പോലെ പൊങ്ങി ഇങ്ങനെ വരണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിംഗിള് ആണ് മുട്ട ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് സഹായിച്ചു കൊടുക്കണം. ഇത് വെച്ചൊന്ന് പിടിച്ച് എടുക്കണം. അപ്പോൾ ഡബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പൊങ്ങി വരും. ഇപ്പോൾ ചേട്ടൻ ചായത്ത് അമ്പലത്തിൻ്റെ എവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു വിഭവം തന്നെയാണിത്. ഇത് രണ്ടും ഡബിളാണ് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും കഴിക്കാൻ പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ സംഭവം കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേരേണ്ട സാധനങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് സവാള ഇട്ടു. അതിനുശേഷം കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടത്. അതിനുശേഷവും ഉപ്പ് പൊടി, പിന്നെന്തോ മസാലയാണെന്ന് തോന്നുന്നു പിന്നെ ഇട്ടത്. അതിനുശേഷമാണ് ടൊമാറ്റോ സോസാണ് അടുത്തൊഴിക്കുന്നത് ചില്ലി സോസാണ് ഒഴിക്കുന്നത്. അതിനുശേഷം ലാസ്റ്റിലായിട്ട് വീണ്ടും ചേർക്കുന്നത് മയോണൈസാണ്. അത് ചേർത്തതിന് ശേഷം ഇത് ഓക്കെ നമ്മൾ കഴിക്കാനായിട്ട് തരും. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് പിടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിൽ നിന്നൊക്കെ മൂട്ടിപ്പോവും. അത് ശ്രദ്ധിച്ച് കഴിക്കണം. കൊള്ളാം, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. കൊള്ളാം, സൂപ്പർ. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ പൊടി ഐറ്റംസ്, സവാള എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.